ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നിട്ടില്ല. ഒരുപാട് പേര് കമൻസിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ നല്ല ക്ഷീണമാണല്ലോ, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് അതുപോലെ കമൻസിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്രഗ്നൻസി സ്റ്റേജാണ്, വോമിറ്റിംഗ് ആണ്, അതാണ് ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും വോമിറ്റിങ്ങിന് കുറവൊന്നുമില്ല, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല, ഫൈനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. പേഴ്സണൽ റീഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊസീജിയർ അനുസരിച്ചിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അതുപോലെ തന്നെ കോൾ ചെയ്യാതിരിക്കുക മാക്സിമം. ഓക്കെ, നമ്മളെപ്പോഴും നോക്കുന്ന പോലെ തന്നെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. കറൻ്റ്ലി ഉള്ളതാണ്. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓരോ ദിവസവും നമുക്ക് ഓരോ റീഡിങ്സ് ഇടാം. റിലേഷൻഷിപ്പും കരിയറും എല്ലാം തന്നെ ഇടാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ കറക്റ്റായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അക്യൂറേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്? ഗിൽറ്റ് വന്നിട്ടുണ്ട്, ഹാർമണി വന്നിട്ടുണ്ട്, ഐസൊലേഷനാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്, ഔട്ട്സൈഡർ വന്നിട്ടുണ്ട്, ഷെയറിങ് വന്നിട്ടുണ്ട്, ട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്കഡായി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് അവർക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ കോണ്ടാക്റ്റിലൊക്കെ എന്തെങ്കിലും ഒരു സംതിങ് ലൈക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയ കാർഡ് ഇതാണ്. സോ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ അലട്ടുന്നുണ്ട്. ആൻഡ് അവർ ചെയ്തത് ആലോചിച്ചിട്ട് അവർക്ക് തന്നെ ഒരു കുറ്റബോധം വരുന്ന ഒരവസ്ഥ. എല്ലാം കൂടി അവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാണ്. മെൻ്റലി അവർ ഓക്കെ അല്ലാത്തൊരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അതവരുടെ സിറ്റുവേഷനാണ്. ആൻഡ് ഹാർമണി വന്നിട്ടുണ്ട്. അവർ സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയാണ് അവരുടെ സമാധാനം പോയത് എന്നുള്ളത് അവർ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റത്തെ കാർഡ് ഗിൽറ്റ് എന്ന കാർഡും സെക്കൻഡ് വന്നിട്ട് ഹാർമണിയാണ് വന്നിട്ടുള്ളത്. സോ അവരെ സംബന്ധിച്ച് അവരുടെ മെമ്മറീസിൽ അല്ലെങ്കിൽ അവരെ എന്താണോ മെൻ്റലി ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ കോൺസെൻട്രേഷനെ നശിപ്പിക്കുന്നത് എന്താണോ അത് നിങ്ങളാണെന്നുള്ളത് അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അത് എവിടെ നിന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനൊരു നിങ്ങളുടെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ പ്രസൻസിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് അത്രയും സമാധാനം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ബ്രൈറ്റ്നെസ്, അവർക്കൊരു സന്തോഷം കിട്ടുന്നത് അപ്പോഴാണ്. സോ അവരത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഔട്ട്സൈഡർ എന്നൊരു കാർഡ് വന്നതുകൊണ്ട് തന്നെ അവരെ പുറത്തു നിന്നും ആരും ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു എന്നുള്ളത് പറയാം. മേ ബി തേർഡ് പാർട്ടീസ് ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. നിങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം അതിനെ എതിർക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരനുവദിക്കുന്നില്ല, അവരിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ പുറത്തിറങ്ങാൻ പറ്റാതെ, അവരെ പൂട്ടിയിട്ടേക്കുവാണ്, പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ ഇത് ഈ പേഴ്സൺ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് അവരുടെ കൂടെ നിൽക്കുന്ന ബ്ലോക്ക് ചെയ്യുന്ന വ്യക്തികളെ വേണമെങ്കിൽ അവർക്ക് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെങ്കിൽ അവരെന്ത് ചെയ്യാണ്, സ്വയം വിളിച്ചു വരുത്തി വെക്കുന്നത് പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ട്രസ്റ്റ് വന്നിട്ടുണ്ട്. അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ ആയിരിക്കാം. ആൻഡ് അവർ കാരണം നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടാകാം. ഓക്കെ, അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടാകാം. നിങ്ങൾ അത്രയും 100% അവരിൽ അർപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും വിശ്വസിച്ചിട്ടുണ്ടാകാം. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളെ വളരെയധികം ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ കൊണ്ടുവരിക എന്നുള്ളത് ചെയ്തിട്ടുണ്ട്. അതിന് ഷെയറിങ് കാണിക്കുന്നുണ്ട്. അവർ കാരണം ഉണ്ടായിട്ടുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു
അവർ കാരണം നിങ്ങൾക്കുണ്ടായിട്ടുള്ള അവസ്ഥകൾ എല്ലാം ഷെയർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, അല്ലെങ്കിൽ അതൊരു അബദ്ധമായിരുന്നു, അല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അവരുടെ ഫീലിങ്സ് ഇവിടെ നോക്കുമ്പം അവർ ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണിക്കുന്നത്. ആ സ്നേഹം എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് അവർ ഐഡൻറ്റിഫൈ ചെയ്യാണ്, അവർ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ആലോചിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ അവരുടെ തോട്ട്സിനകത്ത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറ്റണം എന്നുള്ളതൊക്കെ മേ ബി അവർ മനസ്സിലാക്കുന്നുണ്ടാവുമായിരിക്കാം. അവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങളുടെ ഇടയിൽ ബ്ലോക്ക് കൊണ്ടുവരുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ ഒന്ന് അടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത് വരുന്ന സമയത്ത് ഈ കൂടെ നിൽക്കുന്ന വ്യക്തികൾ കാരണം, അല്ലെങ്കിൽ ഇവർ ഓപ്പൺ ആയിട്ട് ഒരു സന്തോഷം കിട്ടുന്ന കാര്യം അപ്പം തന്നെ ഓപ്പൺ ആയിട്ട് കൂടെയുള്ള വ്യക്തികളോട് പറയുമ്പം അവരുടെ അസൂയ കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക കണ്ണേറ് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വാക്കുകൾ കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ നമുക്കത്ര പുറത്ത് ചിരിക്കുന്നുണ്ടാകും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ദുഷ്ട സ്വഭാവം വെച്ചിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ആയിരിക്കാം മേ ബി കൂടി ഉണ്ടാവും. അല്ലെങ്കിൽ തേർഡ് പാർട്ടീസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കാം. ഈ ബ്ലാക്ക് മാജിക് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പവറുള്ള ആളുകൾ, മനസ്സുകൊണ്ടായിരിക്കാം, വാക്കുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിയന്ത്രിച്ച് വെക്കുന്ന ആളുകൾ. അപ്പോൾ അതിപ്പോൾ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾക്കോ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും ഇങ്ങനെയുള്ള ആളുകളുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് അടുക്കാൻ പറ്റാത്തത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടാകും. എന്നാൽ സംടൈംസ് അവർ ഐസൊലേഷൻ, അവർ സ്റ്റക്ക് ആയിട്ടുള്ള അവസ്ഥ, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, അവർ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ലവേഴ്സ് കാർഡൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ലവേഴ്സ് കാർഡ്, അതുപോലെ ഹാർമണി ഒക്കെ വന്നിട്ടുണ്ട്, കവറേജ് വന്നിട്ടുണ്ട്. സോ പോസിറ്റീവ് തന്നെയാണ് നിങ്ങൾക്കുള്ള അവരുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് പോസിറ്റീവ് തന്നെയാണ്. പക്ഷെങ്കിൽ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് വേറെന്തോ ഒരു കാര്യം അവരെ പിടിച്ചു വെക്കുക, ആൻഡ് അതുപോലെ അവരുടെ ഒരു മെൻ്റലി ഓക്കെ അല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താ നമുക്ക് നോക്കാം. സോ ഈ പേഴ്സൺ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മാറി നിന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? ഈ സിറ്റുവേഷനെ അവർക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കാം. 8 ഓഫ് കപ്സ് ആണ്, ആൻഡ് മൂൺ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നു. ആൻഡ് ഏസ് ഓഫ് കപ്സ്, നിങ്ങളിപ്പം കോണ്ടാക്റ്റിലുള്ള ആളുകളാണെങ്കിൽ, അതായത് ആൻഡ് കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. കോണ്ടാക്റ്റിലുള്ള ആളുകളാണ്, എന്നിട്ട് ആ കോണ്ടാക്റ്റിൽ നിൽക്കുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോവുക, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട്, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു റിലേഷൻ ആണെങ്കിൽ നിങ്ങൾക്കിവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ്. അവർ ചെയ്യുന്നത് പോലെ തിരിച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട, പകരം നിങ്ങൾ പരമാവധി നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുക. അവരെനിക്ക് തരുന്നില്ലല്ലോ എന്ന് കരുതി സ്നേഹം കൊടുക്കാതിരിക്കേണ്ട, നിങ്ങൾക്ക് കൊടുക്കാം എന്നുള്ളതാണ്. ഇവിടെ ബ്രേക്കപ്പ് ആയി നിൽക്കുന്നവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് പോലത്തെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. മൂൺ എനർജി വന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ പുറകാലെ ചേസ് ചെയ്ത് പോവാതെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് പോവാം. പക്ഷേ ഈ മൂവ് ഓൺ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ അവരെ വിട്ടു പോവുക എന്നല്ല പറയുന്നത്, മാറി നിന്നുകൊണ്ട് മൂവ് ഓൺ ചെയ്തുകൊണ്ട് ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് നേടിയെടുക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾ മാറിപ്പോവുക, നിങ്ങളുടെ പ്രസൻസ് അവരിൽ നിന്ന് ഇല്ലാതാക്കുക. നിങ്ങൾ മാറിപ്പോകുമ്പോൾ പ്രസൻസ് ഓട്ടോമാറ്റിക്കലി ഇല്ലാതായിക്കോളും. അപ്പം എന്താവും, അവർക്ക് നിങ്ങളുടെ പ്രസൻസ് മിസ് ചെയ്യും. അപ്പം ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് നേടിയെടുക്കുക എന്നുള്ളത് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ഉള്ള ആളുകൾക്ക്. ആൻഡ് അതുപോലെ തന്നെ ഈഗോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. ഓക്കെ, ആൻഡ് അവർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്ന, നിങ്ങൾക്കറിയാം അവരെന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ ക്ഷമിച്ച് കൊടുക്കുക. ഫോർഗീവ്നെസ് ആണ്, ക്ഷമിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, ഗൈഡൻസ് ആണ്, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.